നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും കമന്റിട്ടിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗർഭിണിയാണെന്ന് ദിയ വെളിപ്പെടുത്തിയതും. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കവിതാക്കൾ. ഹഗ് ഡേ, റോസ് ഡേ, കിസ് ഡേ അങ്ങനെ ആഘോഷങ്ങളാണ്. ഈ വേളയിൽ റോസ് ഡേക്ക് ഒരു കുട്ട നിറയെ റോസാപ്പൂക്കൾ അശ്വിന് നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. സർപ്രൈസായി നൽകിയ ആ പൂക്കളുടെ ഫോട്ടോയ്ക്കൊപ്പം അശ്വിൻ ഇൻസ്റ്റാഗ്രാമിലെത്തി. ഈ ക്യൂട്ട് സർപ്രൈസിന് താങ്ക് യു കണ്ണമ്മ എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയിലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും ദിയ കുറവ് വരുത്താറില്ല എന്ന് ഇക്കാര്യത്തിലൂടെ വ്യക്തമായി എന്നാണ് പലരും കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 മാസം ഗർഭിണിയാണ് ദിയ. ഛർദിയും ക്ഷീണവും ഒക്കെയായി ആകെ ശോകമാണെന്ന് പല വീഡിയോകളിലും മഹാനയും ഇഷാനിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല എന്ന് ദിയ പറഞ്ഞിരുന്നു. പക്ഷേ അശ്വിന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് സ്നേഹമെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. റോസ് ഡേയിൽ ഇതുപോലൊരു ക്യൂട്ട് സർപ്രൈസ് ആണെങ്കിൽ പ്രണയദിനത്തിൽ എന്തായിരിക്കുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ദുബായിലാണ് അശ്വിനും ദിയയും വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ജീവിതത്തിലെ ഒരു ആഘോഷങ്ങളും മാറ്റി നിർത്താത്ത കപ്പിളാണ് ദിയയും അശ്വിനും. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു തങ്ങളെന്നും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും ദിയ പറഞ്ഞിരുന്നു. ആദ്യ മാസം പ്രഗ്നന്റ് ആവാത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയതെന്നുമൊക്കെയാണ് താരപുത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേസമയം ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ദിയ കൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനകം ഊഹിച്ചവരോട് അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ 3-ാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിന്റെയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ, ബോയ് ആണോ അതോ ഗേൾ ആണോ എന്നാണ് ദിയ കുറിച്ചത്. പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴും അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോയാണ് ദിയ പങ്കുവച്ചത്. വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനൊപ്പം കയ്യിൽ കുഞ്ഞു ഷൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത്. പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൗണായിരുന്നു ദിയ ധരിച്ചിരുന്നത്. അതേസമയം താരപുത്രിക്ക് ഒബയോസി ബ്രാൻഡുമുണ്ട്. വസ്ത്ര ബ്രാൻഡായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ ഫാൻസി ജ്വല്ലറികളുടെ ഓൺലൈൻ സ്റ്റോറാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. വളരെ വൈകാരികമായി സംസാരിച്ച ദിയ വീണ്ടും വിവാദങ്ങളിൽ ചെന്നുപെട്ടു. പിന്നാലെ ദിയയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തിയിരുന്നു.